ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി പ്രവാസികൾക്ക് നാട്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാലറ്റാണ് അല്ലിമ പേ വാലറ്റ്. അല്ലിമ പേ വാലറ്റിൽ എങ്ങനെയാണ് ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അല്ലിമ ബാങ്കിൻ്റെ വാലറ്റാണ് അല്ലിമ പേ വാലറ്റ്. ഈ വാലറ്റിലൂടെ മണി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അപ്പോൾ അല്ലിമ പേ വാലറ്റിൽ എങ്ങനെ മണി ആഡ് ചെയ്യാം, അതുപോലെ ബെനിഫിഷ്യറി എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റർനാഷണൽ മണി എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ അല്ലിമ പേ വാലറ്റ് ലോഗിൻ ചെയ്യുക. ഞാനിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. മണി ആഡ് ചെയ്യുന്നതും ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നതും വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യാനായി വലതുവശത്ത് കാണുന്ന ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വെസ്റ്റേൺ യൂണിയൻ അല്ലിമ പേ ഡയറക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മൾ അല്ലിമ പേ ഡയറക്റ്റിനുള്ള ഓപ്ഷനിലൂടെയാണ് നമ്മൾ മണി ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അതിനായി അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറി ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ഞാനിവിടെ 2 ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടുണ്ട്. ഏത് ബെനിഫിഷ്യറിയാണോ ആ ബെനിഫിഷ്യറി സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ എത്ര എമൗണ്ടാണ് അയക്കാൻ പോകുന്നത് ആ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ട്രാൻസ്ഫർ പർപ്പസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫാമിലി മെയിൻ്റനൻസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ ഒറ്റ പേജിലേ വന്നിട്ടുണ്ടാവും. 100 റിയാലാണ് ഞാൻ അയക്കുന്നത്. അതിൻ്റെ വാറ്റായിട്ട് 1.50 പൈസയും, അതായത് 1.5 റിയാലും 10 റിയാൽ ഫീസായിട്ട് നമ്മൾ കൊടുക്കണം. എല്ലാം ഓക്കെ ആണെങ്കിൽ താഴെ കാണുന്ന കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻഡിഫിക്കൽട്ട് ബാലൻസ് എന്നാണ് കാണുന്നതെങ്കിൽ നമ്മൾ കൊടുത്തതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. അതായത് നമ്മളുടെ വാറ്റ് കുറച്ചിട്ടുള്ള തുകയാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അതായത് ബാലൻസ് ഇല്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഞാനിവിടെ 100 റിയാലാണ് ടൈപ്പ് ചെയ്തത്. അതായത് 100 റിയാലിൽ നിന്നും 11.50 പൈസ, അതായത് 11.5 റിയാൽ കുറച്ചിട്ടുള്ള തുകയാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. 100 റിയാൽ ഓൾറെഡി നമ്മുടെ വാലറ്റിലുള്ളൂ. അപ്പോൾ ആ ഒരു ഫീസും വാറ്റും കുറച്ചിട്ടുള്ള തുക ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് 88.50 പൈസ, 88 റിയാലും 50 ഹലാലയും ആണ് ടൈപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ ഒന്ന് വായിച്ച് നോക്കുക. എല്ലാം കറക്റ്റ് ആണെങ്കിൽ താഴെ കാണുന്ന കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അല്ലിമ പേയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു 4 അക്ക വെരിഫിക്കേഷൻ കോഡ് വരും. നിങ്ങൾക്ക് ലഭിച്ച വെരിഫിക്കേഷൻ കോഡ് ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മണി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അക്കൗണ്ട് നമ്പർ, അതുപോലെ എമൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മണി ക്രെഡിറ്റ് ആവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ അല്ലിമ പേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.